Hi students, it's me Sridhar, your physics teacher. Welcome back to my online physics class. Today we are continue our chapter Reflection of Light in Spherical Mirrors. Our next topic is focal length. So let's start. Distance from the pole of a mirror to its principal focus is the focal length. It is indicated using the small letter f. In the figures 18.5 and 18.6b, PF indicates the focal length. Okay, so what is focal length? Focal length is the distance from the pole of a mirror to its principal focus. So ഒരു സ്പെരിക്കൽ മിററിലെ പോളിൽ നിന്നും അതിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള ലെങ്ത്തിനെയാണ് ഓർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഫോക്കൽ ലെങ്ത്തിനെ ഏത് ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സ്മോൾ ലെറ്റർ എഫ്. സോ കഴിഞ്ഞ ലൈവ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഫിഗർ 18.5ഉം 18.6ബിയിലുള്ള പി എഫ് എന്ന ഡിസ്റ്റൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ മിററിന്റെ ഫോക്കൽ ലെങ്ത് ആണ്. ഓക്കെ, സോ ഹിയർ പി എഫ് ഈക്വൽ ടു എഫ്. The focal length of a spherical mirror is half the radius of curvature of the mirror. So, ഒരു സ്പെരിക്കൽ മിററിന്റെ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ഹാഫ് ആയിരിക്കും അതിന്റെ ഫോക്കൽ ലെങ്ത്. ഓക്കെ, സോ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സെന്റർ ഓഫ് കർവേച്ചറിന്റെ ഹാഫ് ആണ് എഫ് അല്ലെ, ഫോക്കൽ ലെങ്ത്. ഇസ്ന്റ് ഇറ്റ്? സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് focal length f equal to r by 2, where r is center of curvature. Okay, so center of curvature ന്റെ ഹാഫ് ആണ് ഫോക്കൽ ലെങ്ത്. ഓക്കെ, സോ നമുക്ക് സെന്റർ ഓഫ് കർവേച്ചറിനെ എങ്ങനെ എഴുതാം? r ഈക്വൽ ടു 2f എന്ന് എഴുതി കൂടെ? ദാറ്റ് ഈസ് ഫോക്കൽ ലെങ്ത്തിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സെന്റർ ഓഫ് കർവേച്ചർ കിട്ടും. ഇസ്ന്റ് ഇറ്റ്? സോ എല്ലാവരും പഠിച്ചു വെക്കുക, ഫോക്കൽ ലെങ്ത് f ഈക്വൽ ടു r by 2 and radius of curvature r equal to 2 into f, that is 2f. ഓക്കെ, സോ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. സോ എല്ലാവരും ഈ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. ഓക്കെ, സോ ദർ ഈസ് എ പ്രോബ്ലം. ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ സ്പെരിക്കൽ മിറർ ഈസ് 20 cm. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത്. സോ ഒരു സ്പെരിക്കൽ മിററിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ 20 സെന്റിമീറ്റർ ആണ്. സോ ഇതിന്റെ ഫോക്കൽ ലെങ്ത് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. സോ സെന്റർ ഓഫ് കർവേച്ചർ r equal to 20 cm. So focal length f equal to r by 2, that is here given that radius of curvature r is 20, isn't it? So we can write that 20 divided by 2 equal to 10 centimeter. That is the focal length of the mirror is 20 cm, isn't it? Then there is another question. The focal length of a convex mirror used as a rear view mirror in a bus is 0.6 meter. Find its radius of curvature. So ഒരു ബസ്സിൽ യൂസ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ കോൺവെക്സ് മിറർ ആണ്. ഓക്കെ, സോ ആ കോൺവെക്സ് മിററിന്റെ ഫോക്കൽ ലെങ്ത് 0.6 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ആ കോൺവെക്സ് മിററിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയായിരിക്കും? സോ വി നോ ദാറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫോക്കൽ ലെങ്ത് ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ, ഇസ്ന്റ് ഇറ്റ്? ദാറ്റ് ഈസ് r ഈക്വൽ ടു 2f, ഇസ്ന്റ് ഇറ്റ്? സോ ഇവിടെ ഫോക്കൽ ലെങ്ത് ആണ് തന്നിട്ടുള്ളത്, നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത് r ആണ്. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്യുക. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ തെറ്റിക്കാതെ എല്ലാവരും ആൻസർ ചെയ്യുക. ഓക്കെ, ദെൻ അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫോക്കൽ പ്ലെയിൻ. സോ ലെറ്റ് സ്റ്റഡി അബൌട്ട് ഫോക്കൽ പ്ലെയിൻ. ഫോക്കൽ പ്ലെയിന് എന്താന്ന് നോക്കാം നമുക്ക്. റേസ് ഓഫ് ലൈറ്റ് കമ്മിങ് ഫ്രം ഇൻഫിനിറ്റി മേക്കിംഗ് ഡിഫറെന്റ് ആംഗിൾസ് വിത്ത് ദ പ്രിൻസിപ്പൽ ആക്സിസ് ഗെറ്റ് ഫോക്കസ്ഡ് അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ്. സോ ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് പ്രിൻസിപ്പൽ ആക്സിസുമായിട്ട് ഡിഫറെന്റ് ആംഗിൾസ് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ഇൻഫിനിറ്റി? ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് അല്ലാത്തത് എന്നാണ് അർത്ഥം. ദാറ്റ് ഈസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തത്, നമുക്ക് പ്രവചിക്കാൻ കഴിയാത്തത് എന്നാണ് ഇൻഫിനിറ്റിയുടെ മീനിങ്. ഓക്കെ, സോ ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ഒരു ലൈറ്റ് റേ എന്ന് പറഞ്ഞാൽ അത്രയും ദൂരത്തു നിന്നും വരുന്ന, ദാറ്റ് ഈസ് നമുക്ക് അറിയാത്ത ഒരു ദൂരത്തു നിന്നും വരുന്ന ലൈറ്റ് റേ ഒരു സ്പെരിക്കൽ മിററിന്റെ പ്രിൻസിപ്പൽ ആക്സിസുമായിട്ട് ഡിഫറെന്റ് ആംഗിൾസ് ആണ് മേക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ അത് ഡിഫറെന്റ് പോയിന്റ്സിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ആ ലൈറ്റ് റേസ് ആ കോൺവെക്സ് മിററിന്റെ ഡിഫറെന്റ് പോയിന്റ്സിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ദ പ്ലെയിൻ ഫോംഡ് ബൈ ദീസ് പോയിന്റ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആൻഡ് പാസ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ്. ദിസ് പ്ലെയിൻ ഈസ് ദ ഫോക്കൽ പ്ലെയിൻ. സോ ഈ ലൈറ്റ് റേസ് സ്പെരിക്കൽ മിററിലെ ഡിഫറെന്റ് പോയിന്റ്സിൽ ഫോക്കസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ഈ പോയിന്റ്സ് പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പ്ലെയിൻ ഫോം ചെയ്യുന്നുണ്ട്. ദെൻ ഈ പ്ലെയിന് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ പാസ് ചെയ്യുന്നുമുണ്ട്. സോ ഈ പ്ലെയിനെ വിളിക്കുന്ന പേരാണ് ഫോക്കൽ പ്ലെയിന്. സോ വാട്ട് ഈസ് ഫോക്കൽ പ്ലെയിന്? സോ വൺസ് അഗെയിൻ ഫോക്കൽ പ്ലെയിൻ ഈസ് ഡിഫൈൻഡ് ആസ്
Rays of light coming from infinity making different angles with the principal axis get focused at different points. The plane formed by these points is perpendicular to the principal axis and pass through the principal focus. This plane is focal plane. Okay. സോ ഇവിടെ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട് ഒരു സ്പെരിക്കൽ മിററിലേക്ക് രണ്ട് ലൈറ്റ് റേസ് ഒബ്ലീക്കലി ഇൻസിഡന്റ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ ഒബ്ലീക്കലി എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞിട്ട് വരുന്നുണ്ട് എന്നർത്ഥം. സോ ചെരിഞ്ഞു വരുമ്പോഴാണ് പ്രിൻസിപ്പൽ ആക്സിസുമായിട്ട് ആംഗിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. സോ രണ്ട് ലൈറ്റ് റേസ് ഈ സ്പെരിക്കൽ മിററിലേക്ക് ഒബ്ലീക്കലി ഇൻസിഡന്റ് ചെയ്യുന്നുണ്ട്, ദെൻ അത് റിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ. സോ അവിടെ ഒരു പ്ലെയിന് നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഡോട്ടഡ് ലൈൻസ് ആയിട്ട് ഒരു പ്ലെയിന് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഈ പ്ലെയിന് പ്രിൻസിപ്പൽ ആക്സിന് പെർപെൻഡിക്കുലറുമായിട്ടും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെയാണ് പാസ് ചെയ്യുന്നത് അല്ലെ. സോ ഈ പ്ലെയിൻ ആണ് ഫോക്കൽ പ്ലെയിൻ. ദെൻ അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇമേജസ് ഫോംഡ് ബൈ സ്പെരിക്കൽ മിറേഴ്സ്. സോ സ്പെരിക്കൽ മിറേഴ്സിൽ എങ്ങനെയാണ് ഇമേജസ് ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. Let's try to understand the position, nature and size of an image formed by objects kept at different position in front of a concave mirror. സോ ഒരു കോൺകേവ് മിററിന്റെ മുന്നിലെ ഒരു ഒബ്ജക്റ്റ് ഡിഫറെന്റ് ഡിസ്റ്റൻസിൽ വെച്ചിട്ട് ആ ഒബ്ജക്റ്റിന്റെ ഇമേജ് ഒരു സ്ക്രീനിൽ ഫോം ചെയ്യിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇങ്ങനെ ഫോം ചെയ്യുന്ന ഇമേജിന്റെ പൊസിഷൻ, നേച്ചർ ആൻഡ് സൈസ് ഇതൊക്കെ നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സോ ദർ ഈസ് എ ഫിഗർ ഇൻഡിക്കേറ്റിംഗ് ദിസ് എക്സ്പെരിമെന്റ്. സോ ഈ എക്സ്പെരിമെന്റ് കാണിക്കുന്ന ഒരു ഫിഗർ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഈ എക്സ്പെരിമെന്റ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഡ്രോ എ സ്ട്രൈറ്റ് ലൈൻ ഓൺ എ ടേബിൾ. അറ്റ് വൺ എൻഡ് ഓഫ് ദ ലൈൻ fix a concave mirror of non-focal length on a stand. Mark the center of curvature and principal focus on the line. Place a lighted candle on the principal axis at a small distance from the center of curvature. Place a screen in front of the mirror and adjust its position so as to get clear image of the candle on the screen. സോ ഒരു ടേബിളിലെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഒരു എൻഡിൽ കോൺകേവ് മിററും ഓപ്പോസിറ്റ് എൻഡിൽ ബേൺഡ് ക്യാൻഡിലും ഫിക്സ് ചെയ്ത് വെക്കുക. ദെൻ കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസും സെന്റർ ഓഫ് കർവേച്ചറും ഒക്കെ ഈ സ്ട്രെയിറ്റ് ലൈനിൽ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്നും സ്മാൾ ഡിസ്റ്റൻസ് അപ്പാർട്ടായിട്ടാണ് ബേൺഡ് ക്യാൻഡിൽ വെക്കേണ്ടത്, ദാറ്റ് ഈസ് നമ്മുടെ ഒബ്ജക്റ്റ് വെക്കേണ്ടത്. ദെൻ സ്ക്രീന് വെക്കേണ്ടത് മിററിന്റെ മുൻപിലാണ്. ദെൻ ഈ ഒബ്ജക്റ്റിന്റെ ദാറ്റ് ഈസ് ഈ ബേൺഡ് ക്യാൻഡിലിന്റെ ക്ലിയർ ഇമേജ് കിട്ടുന്ന ഡിസ്റ്റൻസിലേക്ക് നമ്മുടെ സ്ക്രീന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇസ്ന്റ് ഇറ്റ്? സോ സ്ക്രീന് നമ്മൾ ഡിഫറെന്റ് ഡിസ്റ്റൻസിലേക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ നമുക്ക് ഈ ബേൺഡ് ക്യാൻഡിലിന്റെ ക്ലിയർ ഇമേജ് ആ സ്ക്രീനിൽ കിട്ടും. സോ ആ പെർട്ടിക്കുലർ പൊസിഷനിൽ നമ്മുടെ സ്ക്രീന് ഫിക്സ് ചെയ്ത് വെക്കുക. ഓക്കെ. സോ ആ ഇമേജിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ദെൻ ദർ ഇസ് എ ക്വസ്റ്റ്യൻ. ഓൺ പ്ലേസിംഗ് ദ സ്ക്രീൻ ഇൻ വിച്ച് പൊസിഷൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ഡു യു ഗെറ്റ് എ ക്ലിയർ ഇമേജ്? വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ സ്ക്രീൻ വെൻ എ ക്ലിയർ ഇമേജ് ഈസ് ഒബ്റ്റൈൻഡ് ഓൺ ഇറ്റ്? സോ സ്ക്രീന് എവിടെ വെക്കുമ്പോഴാണ് നമുക്ക് സ്ക്രീനിൽ ഈ ബേൺഡ് ക്യാൻഡിലിന്റെ ദാറ്റ് ഈസ് ഒബ്ജക്റ്റിന്റെ ക്ലിയർ ഇമേജ് കിട്ടുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സ്ക്രീനിൽ ക്ലിയർ ഇമേജ് കിട്ടിയിട്ടുണ്ട് അല്ലെ. സോ സ്ക്രീനിന്റെ പൊസിഷൻ എവിടെയാണ്? ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഇസ്ന്റ് ഇറ്റ്? സെന്റർ ഓഫ് കർവേച്ചറിന്റെയും പ്രിൻസിപ്പൽ ഫോക്കസിന്റെയും ഇടയിലാണ് സ്ക്രീനിന്റെ പൊസിഷൻ. ഇസ്ന്റ് ഇറ്റ്? സോ അവർ ആൻസർ ഈസ് ദാറ്റ് ഓൺ പ്ലേസിംഗ് ദ സ്ക്രീൻ ഇൻ ബിറ്റ്വീൻ എഫ് ആൻഡ് സി വി ഗെറ്റ് എ clear image. Isn't it? Then next question. Is the image erect or inverted? സോ ഈ സ്ക്രീനിൽ ഫോം ചെയ്തിട്ടുള്ള ഇമേജ് ഇറക്റ്റ് ആണോ ഇൻവേർട്ടഡ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ നിവർന്നത് എന്നാണ് മീൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് നിവർന്ന് നിൽക്കുന്ന, ദാറ്റ് ഈസ് നേരെ നിൽക്കുന്ന ഇമേജ് എന്നാണ് മീൻ ചെയ്യുന്നത്. ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ തല കീഴായത് എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ. തല കുത്തനെ നിൽക്കുന്ന ഇമേജ്. സോ എങ്ങനെയാണ് ഇവിടെ ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്? ഇൻവേർട്ടഡ് ആയിട്ടാണ് അല്ലെ. ഒബ്ജക്റ്റ് നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്, ദാറ്റ് ഈസ് തല കീഴായിട്ടാണ് ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത് അല്ലെ. നിങ്ങൾ ഫിഗറിലേക്ക് നോക്കൂ. സ്ക്രീനിൽ കിട്ടിയിരിക്കുന്ന ബേൺഡ് ക്യാൻഡിലിന്റെ ഇമേജ് ഇൻവേർട്ടഡ് ആയിട്ടാണ്. ഇസ്ന്റ് ഇറ്റ്? സോ അവർ ആൻസർ ഈസ് ദാറ്റ് ദ ഇമേജ് ഈസ് ഇൻവേർട്ടഡ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈസ് ദ ഇമേജ് ഡിമിനിഷ്ഡ് ഓർ മാഗ്നിഫൈഡ്? ഇവിടെ സ്ക്രീനിൽ ഫോം ചെയ്തിട്ടുള്ള ഇമേജ് ഒബ്ജക്റ്റിനേക്കാൾ ചെറുതാണോ വലുതാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇമേജിന്റെ സൈസ് എങ്ങനെയാണ്? ഡിമിനിഷ്ഡ് അല്ലേ. ദാറ്റ് ഈസ് ഒബ്ജക്റ്റിനേക്കാൾ ചെറിയ ഇമേജാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. സോ ദ ആൻസർ ഈസ് ദാറ്റ് ദ ഇമേജ് ഈസ് ഡിമിനിഷ്ഡ്. ഓക്കെ. സിമിലർലി പ്ലേസ് ദ ക്യാൻഡിൽ അറ്റ് ഡിഫറെന്റ് പൊസിഷൻസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ പൊസിഷൻ ഓഫ് ഇമേജ്, സൈസ് ആൻഡ് ഫീച്ചേഴ്സ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. സോ ഈ ക്യാൻഡിലിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ട് ഡിഫറെന്റ് പൊസിഷനിൽ വെച്ചിട്ട് എവിടേക്കാണ് ഇമേജ് ഫോം ചെയ്യുന്നത് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ അങ്ങനെ ഫോം ചെയ്യുന്ന ഇമേജിന്റെ
പൊസിഷൻസും സൈസും ഫീച്ചേഴ്സ് എല്ലാം നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഡിഫറെൻറ്റ് പൊസിഷൻസിലെ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്താൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്നത് നോക്കാം. സോ ദർ ഈസ് എ ടേബിൾ. ഇൻ ദ ഫസ്റ്റ് കോളം പൊസിഷൻ ഓഫ് ദി ഒബ്ജക്റ്റ്, സെക്കൻഡ് കോളം പൊസിഷൻ ഓഫ് ദി ഇമേജ്, തേർഡ് കോളം ഫീച്ചേഴ്സ് ഓഫ് ഇമേജ്. സോ ഡിഫറെൻറ്റ് പൊസിഷൻസിൽ ഒബ്ജക്റ്റ് വെച്ചാൽ ഏതൊക്കെ പൊസിഷൻസിലാണ് നമുക്ക് ഇമേജ് ഫോം ചെയ്യാമെന്ന് നോക്കാം. ദെൻ അങ്ങനെ ഫോം ചെയ്യുന്ന ഇമേജസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും നോക്കാം. സോ ഫസ്റ്റ് പൊസിഷൻ അറ്റ് ഇൻഫിനിറ്റി. സോ ഇൻഫിനിറ്റിയിൽ നമ്മൾ ഒബ്ജക്റ്റ് കൊണ്ടുവച്ചാൽ ദാറ്റ് ഈസ് ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ, ദാറ്റ് ഈസ് നമുക്ക് അറിയാത്ത ഒരു ഡിസ്റ്റൻസിൽ ഒരു ഒബ്ജക്റ്റ് കൊണ്ടുപോയി പ്ലേസ് ചെയ്താൽ എവിടെയായിരിക്കും അതിന്റെ ഇമേജ് ഫോം ചെയ്യുക? ദെൻ ആ ഇമേജിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? സോ ദ ആൻസർ ഈസ് ദാറ്റ് ദ പൊസിഷൻ ഓഫ് ദ ഇമേജ് ഈസ് അറ്റ് പ്രിൻസിപ്പൽ ഫോക്കസ്, ദാറ്റ് ഈസ് അറ്റ് എഫ്. സോ ഇൻഫിനിറ്റിയിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ ഇമേജ് ഫോം ചെയ്യുന്നത് ഫോക്കസിലായിരിക്കും. ഓക്കെ, ആ സ്പെരിക്കൽ മിററിന്റെ ഫോക്കസിലായിരിക്കും ആ ഒബ്ജക്റ്റിന്റെ ഇമേജ് ഫോം ചെയ്യുക. സോ ദ ആൻസർ ഈസ് ദാറ്റ് അറ്റ് എഫ്. ദെൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഇമേജ് റിയൽ, ഇൻവേർട്ടഡ് ആൻഡ് ഹൈലി ഡിമിനിഷ്ഡ്. ദാറ്റ് ഈസ് ആ ഇമേജ് റിയൽ ആയിരിക്കും, ദെൻ ഇൻവേർട്ടഡ് ആയിരിക്കും. ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ തല കീഴായ ഇമേജ് ആയിരിക്കും. ദെൻ ഹൈലി ഡിമിനിഷ്ഡ് ആയിരിക്കും, ദാറ്റ് ഈസ് ഒബ്ജക്റ്റിനേക്കാൾ വളരെ ചെറുതായിരിക്കും. ദെൻ സെക്കൻഡ് പൊസിഷൻ ബിയോണ്ട് സി, ദാറ്റ് ഈസ് സിക്ക് അപ്പുറത്ത്, ദാറ്റ് ഈസ് സെന്റർ ഓഫ് കർവേച്ചറിന് അപ്പുറത്ത്. സോ സെന്റർ ഓഫ് കർവേച്ചറിന് അപ്പുറത്ത് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്താൽ ആ ഒബ്ജക്റ്റിന്റെ ഇമേജ് ഫോം ചെയ്യുന്നത് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് സെന്റർ ഓഫ് കർവേച്ചർ ആയിരിക്കും, ദാറ്റ് ഈസ് ബിറ്റ്വീൻ എഫ് ആൻഡ് സി. ഓക്കെ, സോ ഇവിടെ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ബേൺഡ് ക്യാൻഡിൽ നമ്മൾ ബിയോണ്ട് സിയിലാണ് വെച്ചത് അല്ലെ, സിക്ക് അപ്പുറയാണ് വെച്ചത്. സോ അതിന്റെ ഇമേജ് എവിടെ ഫോം ചെയ്തത്? സിയുടെയും എഫിന്റെയും ഇടയിലാണ് അല്ലെ, ബിറ്റ്വീൻ സി ആൻഡ് എഫ്. സോ ബിയോണ്ട് സിയിൽ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്താൽ നമുക്കതിന്റെ ഇമേജ് ഫോം ചെയ്യുക ബിറ്റ്വീൻ സി ആൻഡ് എഫിലായിരിക്കും. ഓക്കെ, സോ ദ ഫീച്ചേഴ്സ് ഓഫ് ഇമേജ് ആർ റിയൽ, ഇൻവേർട്ടഡ് ആൻഡ് ഡിമിനിഷ്ഡ്. ദാറ്റ് ഈസ് റിയൽ ഇമേജ് ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, ദെൻ ഡിമിനിഷ്ഡ് ആയിരിക്കും. ഓക്കെ, ദെൻ തേർഡ് പൊസിഷൻ അറ്റ് സി, ദാറ്റ് ഈസ് സെന്റർ ഓഫ് കർവേച്ചറിൽ ഒബ്ജക്റ്റ് വെച്ചാൽ എവിടെയായിരിക്കും അതിന്റെ ഇമേജ് ഫോം ചെയ്യുക? ദ പൊസിഷൻ ഓഫ് ദ ഇമേജ് ഈസ് അറ്റ് സി, ദാറ്റ് ഈസ് സി തന്നെയായിരിക്കും അതിന്റെ ഇമേജും ഫോം ചെയ്യുക. ഓക്കെ, സെന്റർ ഓഫ് കർവേച്ചറിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ ആ ഒബ്ജക്റ്റിന്റെ ഇമേജ് ഫോം ചെയ്യുന്നതും സെന്റർ ഓഫ് കർവേച്ചർ തന്നെ ആയിരിക്കും. ഓക്കെ, ദെൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഇമേജ് ആർ റിയൽ, ഇൻവേർട്ടഡ് ആൻഡ് സെയിം ആസ് ദ സൈസ് ഓഫ് ഒബ്ജക്റ്റ്. ദാറ്റ് ഈസ് റിയൽ ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുക, ദെൻ ഇൻവേർട്ടഡ് ആയിരിക്കും, ദെൻ ഒബ്ജക്റ്റിന്റെ അതേ സൈസ് തന്നെ ആയിരിക്കും ഇമേജിനും. ഓക്കെ, ദെൻ ഫോർത്ത് പൊസിഷൻ ബിറ്റ്വീൻ സി ആൻഡ് എഫ്. സിയുടെയും എഫിന്റെയും ഇടയിൽ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്താൽ അതിന്റെ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയായിരിക്കും? ദ ആൻസർ ഈസ് ദാറ്റ് ദ പൊസിഷൻ ഓഫ് ദ ഇമേജ് ഈസ് ബിയോണ്ട് സി, ദാറ്റ് ഈസ് സിയുടെ അപ്പുറയായിരിക്കും ഇമേജിന്റെ പൊസിഷൻ. ഓക്കെ, ദെൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഇമേജ് ആർ റിയൽ, ഇൻവേർട്ടഡ് ആൻഡ് മാഗ്നിഫൈഡ്. ദാറ്റ് ഈസ് റിയൽ ഇമേജ് ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, ദെൻ മാഗ്നിഫൈഡ് ആയിരിക്കും. മാഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിനേക്കാൾ വലിയ ഇമേജ് ആയിരിക്കും. ഓക്കെ, ഇമേജിന്റെ സൈസ് ഒബ്ജക്റ്റിനേക്കാൾ വലുതായിരിക്കും. ദെൻ ഫിഫ്ത്ത് പൊസിഷൻ അറ്റ് എഫ്, ദാറ്റ് ഈസ് എഫിൽ ഒബ്ജക്റ്റ് വെച്ചാൽ, ദാറ്റ് ഈസ് ഫോക്കസിൽ, പ്രിൻസിപ്പൽ ഫോക്കസിൽ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്താൽ അതിന്റെ ഇമേജ് എങ്ങനെയായിരിക്കും ഫോം ചെയ്യുക? സോ ദ ആൻസർ ഈസ് ദാറ്റ് ദർ ഈസ് നോ ഇമേജ്. ദാറ്റ് ഈസ് ഫോക്കസിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ അവിടെ ഇമേജ് ഫോം ചെയ്യില്ല. ഓക്കെ, ബിക്കോസ് ദ റിഫ്ലക്റ്റഡ് റേസ് ആർ പാരലൽ. ദാറ്റ് ഈസ് റിഫ്ലക്റ്റഡ് റേസ് പാരലൽ ആയിട്ടാണ് പോവുക. സോ അത് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. ഓക്കെ, സോ റിഫ്ലക്റ്റഡ് റേസ് ഇന്റർസെക്ട് ചെയ്താലേ ഇമേജ് ഫോം ചെയ്യുള്ളൂ. ഓക്കെ, സോ നമുക്ക് അത് വഴിയെ പഠിക്കാനുണ്ട്, എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുന്നതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സോ അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഒരു സ്പെരിക്കൽ മിററിന്റെ ഫോക്കസിൽ ഒബ്ജക്റ്റ് കൊണ്ടുവച്ചാൽ അവിടെ ഇമേജ് ഫോം ചെയ്യില്ല. ഓക്കെ, ഇമേജ് ഇൻഫിനിറ്റിയിലായിരിക്കും ഫോം ചെയ്യുക. സോ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല അല്ലെ, എത്ര ദൂരത്താണ് നമുക്ക് പറയാൻ പറ്റില്ല. സോ ദർ ഈസ് നോ ഇമേജ്. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് പൊസിഷൻ ബിറ്റ്വീൻ എഫ് ആൻഡ് പി, ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ ഫോക്കസിന്റെയും പോളിന്റെയും ഇടയിൽ ഒബ്ജക്റ്റ് വെച്ചാൽ എവിടെയായിരിക്കും ഇമേജ് ഫോം ചെയ്യുക? പൊസിഷൻ ഓഫ് ദി ഇമേജ് ഈസ് ബിയോണ്ട് ദി മിറർ, ദാറ്റ് ഈസ് മിററിന്റെ ബാക്കിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. ഓക്കെ, സോ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഇമേജ് ഈസ് വിർച്വൽ, ഇറക്ട് ആൻഡ് മാഗ്നിഫൈഡ്. ദാറ്റ് ഈസ് അവിടെ ഫോം ചെയ്യുന്ന ഇമേജ് വിർച്വൽ ആയിരിക്കും, ദാറ്റ് ഈസ് യഥാർത്ഥ ഇമേജ് ആയിരിക്കില്ല അവിടെ ഫോം ചെയ്യുക. വാട്ട് ഈസ് ദ റീസൺ? ബിക്കോസ് ദ ഇമേജ് ഈസ് ഫോംഡ് ബിയോണ്ട് ദി മിറർ, ദാറ്റ് ഈസ് മിററിന്റെ ബാക്ക് സൈഡിലാണ് ഇമേജ് ഫോം ചെയ്യുക. സോ അത് വിർച്വൽ ഇമേജ് ആയിരിക്കും. ഓക്കെ, യഥാർത്ഥ ഇമേജ് ആയിരിക്കില്ല, വിർച്വൽ ഇമേജ് ആയിരിക്കും. ഓക്കെ,
അവിടെ ഫോം ചെയ്യുന്ന ഇമേജ് യഥാർത്ഥമായിരിക്കില്ല. ഓക്കെ, സോ ദ ഇമേജ് ഈസ് വിർച്വൽ ഇറക്റ്റ്, ദാറ്റ് ഈസ് ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ നിവർന്ന് നിൽക്കുന്ന ഇമേജ് ആയിരിക്കും. ദെൻ മാഗ്നിഫൈഡ്, ദാറ്റ് ഈസ് ഒബ്ജക്റ്റിനേക്കാൾ വലിയ ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുക. ഓക്കെ, ഇമേജിന്റെ സൈസ് ഒബ്ജക്റ്റിനേക്കാൾ വലുതായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് സ്പെരിക്കൽ മിറേഴ്സിൽ ഇമേജ് ഫോം ചെയ്യുക. ഓക്കെ, സോ ഇമേജിന്റെ പൊസിഷൻസും ഫീച്ചേഴ്സും ഒക്കെ നമ്മൾ പഠിച്ചു. സോ എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കുക, എക്സാമിന് ചോദിക്കാറുണ്ട്. ദെൻ ഇത് പഠിച്ചാലേ നമുക്ക് ഇനി വരുന്ന പ്രോബ്ലംസ് നന്നായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് ഈ ടേബിളിൽ എഴുതിയെടുക്കുക, എന്നിട്ട് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സോ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന ഭാഗത്ത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, സോ ഓരോ പൊസിഷൻസിലും ഒബ്ജക്റ്റ് വെക്കുമ്പോൾ അതിന്റെ ഇമേജ് എവിടേക്കാണ് ഫോം ചെയ്യുക എന്ന് എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, then our next topic is ray diagrams of spherical mirrors. We can understand the position of image and its features by means of ray diagrams. For this purpose, we take into consideration only two rays from among the many rays of light starting from a point on the object. So, ഒരു സ്പെരിക്കൽ മിറർ യൂസ് ചെയ്ത് ഫോം ചെയ്യുന്ന ഒരു ഇമേജിന്റെ പൊസിഷനും ഫീച്ചേഴ്സും റേ ഡയഗ്രം യൂസ് ചെയ്ത് നമുക്ക് സ്റ്റഡി ചെയ്യാം. ഓക്കെ, സോ എങ്ങനെയാണ് റേ ഡയഗ്രം യൂസ് ചെയ്തിട്ട് സ്പെരിക്കൽ മിറേഴ്സിലുള്ള ഇമേജ് ഫോർമേഷൻ സ്റ്റഡി ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഹൗ ഡു വി ഡ്രോ ദ പാത്ത് ഓഫ് ദ റിഫ്ലക്റ്റഡ് റേ ഓഫ് ലൈറ്റ് ദാറ്റ് ഈസ് ഇൻസിഡന്റ് ഓൺ എ സ്പെരിക്കൽ മിറർ? ടേക്ക് എ ലുക്ക് അറ്റ് ദ ഫിഗർ. സോ ഒരു സ്പെരിക്കൽ മിററിലേക്ക് ഇൻസിഡന്റ് ചെയ്യുന്ന ലൈറ്റ് റേയുടെ റിഫ്ലക്റ്റഡ് പാത്ത് എങ്ങനെയാണ് നമ്മൾ ഡ്രോ ചെയ്യുക നമുക്ക് നോക്കാം. സോ ഇൻ ദിസ് ഫിഗർ OA ഈസ് എ റേ ഓഫ് ലൈറ്റ് ഇൻസിഡന്റ് ഓൺ എ കോൺകേവ് മിറർ. സോ ഈ ഫിഗറിലെ ഒരു കോൺകേവ് മിറർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? സോ ഈ കോൺകേവ് മിററിലേക്ക് OA എന്ന് പറയുന്ന ഒരു ലൈറ്റ് റേ ഇൻസിഡന്റ് ചെയ്യുന്നുണ്ട്, ഇസ്ന്റ് ഇറ്റ്? ദെൻ CA ഇസ് ദ നോർമൽ ഡ്രോൺ അറ്റ് A. സോ A എന്ന പോയിന്റിലേക്ക് ഡ്രോൺ ചെയ്തിട്ടുള്ള പെർപെൻഡിക്കുലർ ആണ് CA. ഓക്കെ, സോ മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസിലേക്ക് ഡ്രോൺ ചെയ്യുന്ന പെർപെൻഡിക്കുലറിനെയാണ് നമ്മൾ നോർമൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഈ നോർമൽ റിഫ്ലക്റ്റിംഗ് സർഫസുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, ഇസ്ന്റ് ഇറ്റ്? ദെൻ ഡ്രോ ദ പാത്ത് ഓഫ് ദ റിഫ്ലക്റ്റഡ് റേ ഓഫ് ലൈറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലോ ഓഫ് റിഫ്ലക്ഷൻ. സോ ലോ ഓഫ് റിഫ്ലക്ഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? എങ്ങനെയാണ് ഒരു സ്പെരിക്കൽ മിററിൽ നിന്നും ഒരു ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്ത് പോവുക? ഏത് ആംഗിളിലാണോ ആ ലൈറ്റ് റേ ഇൻസിഡന്റ് ചെയ്യുന്നത് അതേ ആംഗിളിലായിരിക്കും ആ ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്ത് പോവുക, ഇസ്ന്റ് ഇറ്റ്? സോ ഇൻസിഡന്റ് റേ CA എന്ന നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ അതേ ആംഗിളിലായിരിക്കും ഈ ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്ത് പോവുക, ഇസ്ന്റ് ഇറ്റ്? സോ ഈ ലൈറ്റ് റേയുടെ റിഫ്ലക്റ്റിംഗ് പാത്ത് എങ്ങനെയായിരിക്കും? ദ ലൈറ്റ് റേ റിഫ്ലക്റ്റഡ് ത്രൂ ബിറ്റ്വീൻ F ആൻഡ് P, ഇസ്ന്റ് ഇറ്റ്? എഫിന്റെയും പിയുടെയും ഇടയിലൂടെയായിരിക്കും ഈ ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്ത് പോവുക, ഇസ്ന്റ് ഇറ്റ്? സോ ഇൻസിഡന്റ് റേ നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണോ ആ ആംഗിളിനെയാണ് നമ്മൾ ഇൻസിഡന്റ് ആംഗിൾ എന്ന് വിളിക്കുന്നത്, ഇസ്ന്റ് ഇറ്റ്? സോ അതേ ആംഗിൾ തന്നെയായിരിക്കും ആ ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്ത് പോവുക. സോ ആ ആംഗിളിനെ നമ്മൾ എന്താ വിളിക്കുക? റിഫ്ലക്റ്റഡ് ആംഗിൾ, ഇസ്ന്റ് ഇറ്റ്? സോ ഇൻസിഡന്റ് ആംഗിൾ ഈക്വൽ ടു റിഫ്ലക്റ്റഡ് ആംഗിൾ. ഓക്കെ, ദെൻ likewise we can draw the reflected rays of light incident at different points of a concave mirror or a convex mirror based on the laws of reflection. സോ ലോസ് ഓഫ് റിഫ്ലക്ഷൻ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ സ്റ്റഡി ചെയ്തിട്ടുള്ളതാണ്. സോ ആ ലോസ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു കോൺകേവ് മിററിൽ നിന്നും കോൺവെക്സ് മിററിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്തു പോകുന്ന ലൈറ്റ് റേയുടെ പാത്ത് ഡ്രോ ചെയ്യാൻ സാധിക്കും, ഇസ്ന്റ് ഇറ്റ്? സോ ആ ലോസ് ബേസ് ചെയ്തുകൊണ്ട് ഒരു കോൺകേവ് മിററിൽ നിന്നും കോൺവെക്സ് മിററിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന ലൈറ്റ് റേസിന്റെ പാത്ത് നമുക്ക് ഡ്രോൺ ചെയ്യാൻ സാധിക്കും, ഇസ്ന്റ് ഇറ്റ്? സോ കംപ്ലീറ്റ് ദ ഫോളോയിങ് റേ ഡയഗ്രാംസ് ബൈ ഡ്രോയിങ് ദ നോർമൽ ആൻഡ് റിഫ്ലക്റ്റഡ് റേസ്. സോ താഴെ കൊടുത്തിട്ടുള്ള റേ ഡയഗ്രാംസിന്റെ റിഫ്ലക്റ്റഡ് റേസ് ഡ്രോ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് ഡു ഇറ്റ്. സോ ദ ഫസ്റ്റ് വൺ, റേ ഓഫ് ലൈറ്റ് ഇൻസിഡന്റ് ഓൺ എ മിറർ ആൻഡ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. സോ ഫസ്റ്റ് ഫിഗറിൽ ഒരു കോൺകേവ് മിററിലേക്ക് ഒരു ലൈറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടാണ് ഇൻസിഡന്റ് ചെയ്യുന്നത്, ഇസ്ന്റ് ഇറ്റ്? സോ ഈ ലൈറ്റ് റേ എങ്ങനെയായിരിക്കും റിഫ്ലക്റ്റ് ചെയ്ത് പോവുക? ഫോക്കസിലൂടെ ആയിരിക്കും ഈ ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്ത് പോവുക, ഇസ്ന്റ് ഇറ്റ്? സോ ദ ലൈറ്റ് റേ റിഫ്ലക്ട്സ് ത്രൂ ദ പോയിന്റ് F, ഇസ്ന്റ് ഇറ്റ്? പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ ആയിരിക്കും ആ ലൈറ്റ് റേ പാസ് ചെയ്യുക. ഓക്കെ, സോ എല്ലാവരും റിഫ്ലക്റ്റഡ് റേ ഫോക്കസിലൂടെ ഡ്രോൺ ചെയ്യുക. ഓക്കെ, ദെൻ ഇൻ ദ സെക്കൻഡ് ഫിഗർ എ ലൈറ്റ് റേ ഇൻസിഡന്റ് ഓൺ എ കോൺവെക്സ് മിറർ പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ്, ഇസ്ന്റ് ഇറ്റ്? സോ ഒരു കോൺവെക്സ് മിററിലേക്ക് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈറ്റ് റേ ഇൻസിഡന്റ് ചെയ്യുന്നുണ്ട്, ഇസ്ന്റ് ഇറ്റ്? സോ വി വർ സ്റ്റഡീഡ് ഇൻ ദ പ്രീവിയസ് ക്ലാസ്
the reflected rays coming from a convex mirror is diverges, isn't it? So convex mirror നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റ് റേസ് ഡൈവേർജ് ചെയ്യാണ് ചെയ്യുക അല്ലേ? സോ ഈ ലൈറ്റ് റേ മുകളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് പോകും, isn't it? സോ ആ റിഫ്ലക്റ്റ് ചെയ്തു പോകുന്ന ലൈറ്റ് റേ ബാക്കിലോട്ട് ഡ്രോൺ ചെയ്താൽ അത് ഫോക്കസിലേക്ക് ജോയിൻ ചെയ്യും, isn't it? സോ ആ രീതിയിൽ റിഫ്ലക്റ്റഡ് റേ നിങ്ങൾ ഡ്രോൺ ചെയ്യുക. ഓക്കെ, സോ ഫോക്കസിൽ നിന്നും ഇൻസിഡൻറ്റ് പോയിന്റിലേക്ക് ഡോട്ടർ ലൈൻസ് നിങ്ങൾ ജോയിൻ ചെയ്യുക. ദെൻ ആ ഡോട്ടർ ലൈൻസ് നേരെ മുകളിലേക്ക് നീട്ടി വരയ്ക്കുക. ഓക്കെ, സോ അതായിരിക്കും റിഫ്ലക്റ്റഡ് റേ. ഓക്കെ, ഹെൻസ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് മിറർ ഈസ് സെഡ് ടു ബി വിർച്വൽ, isn't it? സോ ഒരു കോൺവെക്സ് മിററിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് വിർച്വൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇൻ ദ നെക്സ്റ്റ് ഫിഗർ റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ മിറർ. സോ ഒരു കോൺവെക്സ് മിററിലേക്ക് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെയാണ് ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ചെയ്യുന്നത്, isn't it? സോ എങ്ങനെയായിരിക്കും ഈ ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്ത് പോവുക? പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ലൈറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കും റിഫ്ലക്റ്റ് ചെയ്ത് പോവുക, isn't it? സോ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് നിങ്ങൾ റിഫ്ലക്റ്റഡ് റേ ഡ്രോ ചെയ്യുക. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ഫിഗർ റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ എ മിറർ ആൻഡ് ഡയറക്റ്റഡ് ടു ദ പ്രിൻസിപ്പൽ ഫോക്കസ്. സോ ഒരു കോൺവെക്സ് മിററിലേക്ക് ഒരു ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ചെയ്യാണ്, ദെൻ അത് ഫോക്കസിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, isn't it? സോ ഈ ലൈറ്റ് റേ എങ്ങനെയായിരിക്കും റിഫ്ലക്റ്റ് ചെയ്ത് പോവുക? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കും ഈ ലൈറ്റ് റേയും റിഫ്ലക്റ്റ് ചെയ്ത് പോവുക, isn't it? സോ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു റിഫ്ലക്റ്റഡ് റേ നിങ്ങൾ ഡ്രോ ചെയ്യുക. ഓക്കെ, ദെൻ റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ത്രൂ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് എ മിറർ. സോ ഒരു കോൺകേവ് മിററിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെയാണ് ഒരു ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ചെയ്യുന്നത്, isn't it? സോ ഈ ലൈറ്റ് റേ എങ്ങനെയായിരിക്കും റിഫ്ലക്റ്റ് ചെയ്ത് പോവുക? ദ ലൈറ്റ് റേ റിഫ്ലക്ട്സ് ത്രൂ ദി സെൻറ്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, സോ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ തന്നെയാണ് ഈ ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്ത് പോവുക. ഓക്കെ, സോ ഇൻസിഡൻറ്റ് ചെയ്ത അതേ പാത്തിലൂടെ തന്നെ ഈ ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയും ചെയ്യും. ഓക്കെ, സോ ആ ഇൻസിഡൻറ്റ് റേയുടെ മുകളിൽ തന്നെയാണ് റിഫ്ലക്റ്റഡ് റേയും വരിക. സോ നിങ്ങൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ആരോ മാർക്ക് ഇട്ടാൽ മതി. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ഫിഗർ റേ ഓഫ് ലൈറ്റ് ഡയറക്റ്റഡ് ടു ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് എ മിറർ. സോ ഒരു കോൺവെക്സ് മിററിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഒരു ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. സോ ഇത് എങ്ങനെയായിരിക്കും റിഫ്ലക്റ്റ് ചെയ്ത് പോവാം? ഇറ്റ് ഈസ് ആൾസോ റിഫ്ലക്റ്റഡ് ത്രൂ ദി സെയിം പാത്ത്, isn't it? സോ ഇൻസിഡൻറ്റ് ചെയ്ത അതേ പാത്തിലൂടെ തന്നെയായിരിക്കും ഇത് റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയും ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾ ഇൻസിഡൻറ്റ് റേയിൽ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് ആരോ മാർക്ക് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ദെൻ റേ ഓഫ് ലൈറ്റ് ഫാളിംഗ് ഒബ്ലീക്ലി അറ്റ് ദ പോൾ. സോ ഒരു കോൺകേവ് മിററിൻ്റെ പോളിലേക്കാണ് ഒരു ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ചെയ്യുന്നത്, isn't it? സോ ഈ ലൈറ്റ് റേ എങ്ങനെയായിരിക്കും റിഫ്ലക്റ്റ് ചെയ്ത് പോവുക? സോ ഈ ഇൻസിഡൻറ്റ് റേ പ്രിൻസിപ്പൽ ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ അതേ ആംഗിളിലായിരിക്കും ഈ ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്ത് പോവുക. ഓക്കെ, ദെൻ ഒരു കോൺവെക്സ് മിററിൻ്റെ പോളിലേക്ക് ഒരു ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ചെയ്യാണ്. സോ ഈ ലൈറ്റ് റേ എങ്ങനെയായിരിക്കും റിഫ്ലക്റ്റ് ചെയ്ത് പോവുക? ഈ ഇൻസിഡൻറ്റ് റേ പ്രിൻസിപ്പൽ ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ഇൻസിഡൻറ്റ് ആംഗിൾ എത്രയാണോ അതേ ആംഗിൾ തന്നെയായിരിക്കും ഈ ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്ത് പോവുക. ഓക്കെ, സോ ഈ ലൈറ്റ് റേ താഴേക്ക്, ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ ആക്സിൻ്റെ താഴേക്ക് ഇൻസിഡൻറ്റ് ആംഗിളിൻ്റെ സെയിം ആംഗിളിൽ റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ഓക്കെ, ദെൻ വെൻ എ റേ ഓഫ് ലൈറ്റ് ഫാൾസ് ഒബ്ലീക്ലി അറ്റ് ദ പോൾ ദ പ്രിൻസിപ്പൽ ആക്സിസ് ഇറ്റ്സെൽഫ് ഇസ് ദ നോർമൽ. ഹെൻസ് യു ഡോണ്ട് ഹാവ് ടു ഡ്രോ അനദർ നോർമൽ. സോ ഒരു മിററിൻ്റെ പോളിലേക്കാണ് ഒരു ലൈറ്റ് റേ ഒബ്ലീക്ലി ഇൻസിഡൻറ്റ് ചെയ്യുന്നതെങ്കിൽ ആ മിററിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് തന്നെയായിരിക്കും അതിൻ്റെ നോർമൽ. ഓക്കെ, സോ നമ്മൾ മറ്റൊരു നോർമൽ ആ മിററിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസിലേക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ റെക്കോർഡ് ദ ഇൻഫർമേഷൻ ഗ്യാതേർഡ് ത്രൂ ദ റേ ഡയഗ്രാംസ്. സോ ഈ റേ ഡയഗ്രാംസിൽ നിന്നും നമുക്ക് മനസ്സിലായ ഇൻഫർമേഷൻസ് ഈ ടേബിളിൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇൻ ദ ഫസ്റ്റ് കോളം പാത്ത് ഓഫ് ഇൻസിഡൻറ്റ് റേ, ഇൻ ദ സെക്കൻഡ് കോളം path of reflected ray of light. First one concave mirror, second one convex mirror. Okay, so the first path of incident ray is parallel to the principal axis, isn't it? So path of reflected ray of light in concave mirror is reflected back through the principal focus, isn't it? Then in the convex mirror appear to come from the principal focus. Then second one, through the principal focus or to the principal focus. So the path of reflected ray of light in the concave mirror gets reflected parallel to the principal axis. In the convex mirror gets reflected parallel to the principal axis, isn't it?
Then third one, through the center of curvature or to the center of curvature. Then the path of reflected ray of light in concave mirror gets reflected back along its own path. Then in the convex mirror gets reflected back along its own path. Isn't it? Then last one, incident obliquely at the pole. Path of a reflected ray of light in concave mirror gets reflected along a path such that the angle of incidence is equal to the angle of reflection. Isn't it? Then in the convex mirror gets reflected along a path such that the angle of incidence is equal to the angle of reflection. Okay. സോ നമ്മളിപ്പോൾ ഡ്രോൺ ചെയ്ത റേ ഡയഗ്രാംസ് നോക്കിയിട്ടാണ് ഈ ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് അല്ലേ. സോ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ. സോ നമ്മൾ ഈ ഓരോ റേ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്തത് പോയിന്റ് ഓഫ് ഇൻസിഡൻസിലേക്ക്, ദാറ്റ് ഈസ് മിററിൻ്റെ ഏത് പോയിന്റിലേക്കാണോ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്നത് ആ പോയിന്റിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ റിഫ്ലക്റ്റഡ് റേ ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ. സോ ഫസ്റ്റ് എക്സാമ്പിൾ നമ്മൾ നോക്കി അല്ലേ. OA എന്ന ഇൻസിഡന്റ് റേ മിററിന്റെ എ എന്ന പോയിന്റിലേക്കാണ് ഇൻസിഡന്റ് ചെയ്യുന്നത് അല്ലേ. സോ ആ എയിലേക്ക് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ദെൻ അതിന്റെ ഇൻസിഡന്റ് ആംഗിൾ ഫൈൻഡ് ചെയ്തു. ദെൻ ആ ആംഗിൾ തന്നെ ആയിരിക്കും അതിന്റെ റിഫ്ലക്റ്റഡ് ആംഗിളും. ഇസിന്റ് ഇറ്റ്? സോ ആ നോർമലുമായിട്ടുണ്ടാക്കുന്ന ഇൻസിഡന്റ് ആംഗിൾ എത്രയാണോ അതേ ആംഗിളിൽ ആ ലൈറ്റ് റേ റിഫ്ലക്ട് ചെയ്ത് പോകും അല്ലേ. സോ അതുപോലെ തന്നെയാണ് ഈ ഓരോ റേ ഡയഗ്രത്തിലെയും റിഫ്ലക്റ്റഡ് റേയുടെ പാത്ത് നമ്മൾ ഫൈൻഡ് ചെയ്തത്. ഓക്കെ. മിററിന്റെ പോയിന്റ് ഓഫ് ഇൻസിഡൻസിലേക്ക്, ദാറ്റ് ഈസ് ഏത് പോയിന്റിലേക്കാണോ ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്നത് ആ പോയിന്റിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കും. ദാറ്റ് ഈസ് നോർമൽ ടു ദി പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഓക്കെ. പോയിന്റ് ഓഫ് ഇൻസിഡൻസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിനെയാണ് നമ്മൾ നോർമൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ. സോ ആ ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ എത്രയാണോ അതേ ആംഗിളിലായിരിക്കും ലൈറ്റ് റേ റിഫ്ലക്ട് ചെയ്ത് പോവുക. ഓക്കെ. സോ ആ റിഫ്ലക്ട് ചെയ്ത് പോകുന്ന റേ ഫോക്കസിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിരിക്കും, അല്ലെങ്കിൽ സെന്റർ ഓഫ് കർവേച്ചറിലൂടെ തന്നെ ആയിരിക്കും. അങ്ങനെ ഏത് പൊസിഷനിലൂടെയും അത് റിഫ്ലക്ട് ചെയ്ത് പോകാം. ഓക്കെ. സോ ഇൻസിഡന്റ് ആംഗിൾ എത്രയാണോ അതേ ആംഗിളിലായിരിക്കും ആ ലൈറ്റ് റേ റിഫ്ലക്ട് ചെയ്ത് പോവുക. ദാറ്റ് ഈസ് ഇൻസിഡന്റ് ആംഗിൾ ഈക്വൽ ടു റിഫ്ലക്റ്റഡ് ആംഗിൾ. ഓക്കെ. ദെൻ മിററിന്റെ പോളിലേക്കാണ് ലൈറ്റ് ഒബ്ലീക്കിലെ ഇൻസിഡന്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മിററിന്റെ പോയിന്റ് ഓഫ് ഇൻസിഡൻസിലേക്ക് നോർമൽ വരയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രിൻസിപ്പൽ ആക്സിസ് തന്നെയാണ് അതിന്റെ നോർമലായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ. ദാറ്റ് ഈസ് നമ്മൾ ആ പോയിന്റ് ഓഫ് ഇൻസിഡൻസിലേക്ക്, ദാറ്റ് ഈസ് ആ പോളിലേക്ക് ഒരു നോർമൽ വരയ്ക്കുകയാണെങ്കിൽ അത് അതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ ആക്സിസിന്റെ മുകളിലൂടെ തന്നെ ആയിരിക്കും നമ്മൾ നോർമൽ വരയ്ക്കുന്നത്. ഓക്കെ. സോ നമ്മളിവിടെ നോർമൽ വരയ്ക്കേണ്ട ആവശ്യമില്ല. സോ ഇൻസിഡന്റ് റേ മുകളിൽ നിന്നാണ് വരുന്നതെങ്കിൽ റിഫ്ലക്റ്റഡ് റേ താഴേക്കാണ് നമ്മൾ ഡ്രോൺ ചെയ്യേണ്ടത്. ഓക്കെ. സോ ഇങ്ങനെ ഓരോ മിററിന്റെയും പോയിന്റ് ഓഫ് ഇൻസിഡൻസിലേക്ക് നോർമൽ ഡ്രോൺ ചെയ്തിട്ടാണ് നമ്മൾ റിഫ്ലക്റ്റഡ് റേയുടെ പാത്ത് ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ. സോ എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്യുക. എന്നിട്ട് എല്ലാവരും ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ. സോ ടുഡേ വി ആർ വൈൻഡപ്പിംഗ് അവർ ക്ലാസ്. ഓൺ ദി നെക്സ്റ്റ് ക്ലാസ് വി വിൽ കണ്ടിന്യൂ അവർ ചാപ്റ്റർ. ഓക്കെ. സോ നിങ്ങളുടെ ഇന്നത്തെ അസൈൻമെന്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ക്ലാസ്സിന്റെ നോട്ട് പ്രിപ്പയർ ചെയ്യലാണ്. സോ ഞാനെടുത്ത ക്ലാസ് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി നല്ല രീതിയിൽ നോട്ട് പ്രിപ്പയർ ചെയ്യുക. ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സും ടേബിളും എല്ലാം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ എല്ലാവരും വീഡിയോ പോസ് ചെയ്ത് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി നോട്ടിലേക്ക് എഴുതിയെടുക്കുക. ഓക്കെ. സോ സീ യു ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.